യുഎഇയിലൊക്കെ ആയ സമയത്ത് എനിക്കൊരിക്കലും ഞാനായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കാരണം എനിക്ക് പറ്റിയിട്ടില്ല. മഴവില്ല് മാനത്ത് മതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അവർ വീട്ടിൽ വിളിച്ച കയറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റോട് എനിക്കങ്ങനെ യോജിക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു മകനോ മകളോ ഉണ്ടായാൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഈ മക്കളെ ഇതാണ് ഇത് പെണ്ണ്, ഇങ്ങനെ ആളുകളുണ്ട്. ഇതൊരിക്കലും ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഞാൻ പറയണം നാളെ മുതൽ നിങ്ങൾ സാരി എടുത്ത് നടക്കണം എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ സാരി എടുത്ത് നടക്കൂ. ഒരാളെ കണ്ട് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അയാളെ ഫോളോ ചെയ്ത് അയാളുടെ കസ്റ്റം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കുട്ടിയെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇങ്ങനെയും നടക്കാം, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആണെങ്കിലോ എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എത്ര കുട്ടികൾ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രാൻസ് വ്യക്തിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ഗേ ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ട് എത്ര കുഞ്ഞു കുട്ടികൾ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഒരാളെ പേര് പറയാൻ പറ്റുമോ? ഈ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ഇവർ കിടപ്പ് മുറിയിൽ ഇവരെങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, ആ ഒരു തോട്ട് ഓഫ് മൈൻഡിലാണ് പല ജനങ്ങളും എടുക്കുന്നത്. സെക്സ് എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. സെക്സ് ലൈഫിൽ ഒരു പാർട്ടാണ്, അല്ലാണ്ട് ജീവിക്കുന്ന സെക്സിനാവരുത്. വായു ജലം എന്ന് പറയുന്ന പോലെ തന്നെ മനുഷ്യന് ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് സെക്സ്. ഇപ്പോൾ ഒരു മിനിറ്റ്, നമുക്ക് ഫുഡ് വേണം, വെള്ളം വേണം, വായു വേണം, ഒക്കെ വേണം. നമുക്ക് സെക്സിലാണ് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികൾ, ഇപ്പോൾ ആദില നൂറ തന്നെ, അവർ രണ്ട് പെൺകുട്ടികളാണ്. അവരുടെ ലൈഫിൽ എങ്ങനെയായിരിക്കും നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെകഞ്ഞ് നോക്കേണ്ടതോ അല്ലെങ്കിൽ ചോദിച്ച് ഇറങ്ങേണ്ട കാര്യമില്ല. ലൈക്ക് ലീവ്, അവരും ജീവിക്കട്ടെ. പർട്ടിക്കുലർ കുറേ ആൾക്കാരുടെ മൈൻഡിലെ വയസ്സിൽ ഇത് ഒരു ആണിന് ഒരു പെണ്ണ്, ഈ ഒരു ആൺ പെണ്ണ് മാത്രം മതി ലോകത്ത്, വേറെയുള്ള ആൾക്കാർ ആരും വേണ്ട. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ആൾക്കാരുടെ ഫീലിങ്സ് എന്ത് ചെയ്യണം? ലക്ഷ്മിയുടെ പ്രശ്നങ്ങൾ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഓക്കെ, അത് അവളുടെ കാര്യങ്ങൾ. അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിലും ഇടപെടേണ്ട, ഞങ്ങളും ജീവിക്കട്ടെ, നിങ്ങളും ജീവിച്ചോ. അങ്ങനെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഈ സൊസൈറ്റി പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹേറ്റേഴ്സ് പറഞ്ഞത് സൊസൈറ്റി വെറും ഇതാണെന്ന്. സൊസൈറ്റി ഒരു ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ ആൻഡ് ബി ഹിയർ. വെൽക്കം ടു നീലക്കുയിൽ ടോക്സ്. അപ്പം നീലക്കുയിൽ ടോക്സിന്റെ പുതിയൊരു അതിഥി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഫേവറേറ്റ് ഇൻഫ്ലുവൻസറായ ജാസിയാണ്. നമസ്കാരം. ജാസി ഇപ്പോൾ വന്ന് വീണ്ടും സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് ഇതിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം? എന്താണ്? ഓരോ ദിവസം കൂടി വന്നോണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ നന്നായിട്ട് ഹാപ്പിയായിട്ട് നടക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് പൊതുവേ എവിടെയും നന്നായിട്ട് ഒരുങ്ങി പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിനും പറഞ്ഞ പോലെ എവിടെ പോലും നമ്മളൊന്നും ഇങ്ങനെ നോട്ടീസ് ചെയ്ത് നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള ഓർണമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഗെറ്റപ്പ് ആണെങ്കിലും ഒക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഒരുങ്ങി നന്നായിട്ട് പോകുന്നത് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് എനിക്ക്. ശരിക്കും ഭയങ്കര രസമായിട്ടുണ്ട്. കാരണം നമ്മൾ ലാസ്റ്റ് ഒരു ഫംഗ്ഷൻ കണ്ടപ്പോഴും അതിനും ഭയങ്കര കോസ്റ്റ്യൂം ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്തു. കോസ്റ്റ്യൂം എനിക്ക് തോന്നുന്നു എൻ്റെ അക്കൗണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് തന്നെ എൻ്റെ പുതിയ കോസ്റ്റ്യൂം അപ്ഡേറ്റിന് വേണ്ടിയിട്ടായിരിക്കും. കാരണം ഈവൻ എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജ് വരാറുണ്ട്. ഈവൻ കുറേ കുട്ടികളെ മെസ്സേജ് വരും, പുതിയ ചുരിദാർ എവിടുന്ന വാങ്ങിച്ചത് അല്ലെങ്കിൽ ഈ സാരി എവിടുന്ന വാങ്ങിച്ചത്. എനിക്ക് സ്ക്രീൻഷോട്ട് സഹിതം അയച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇൻബോക്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് നോട്ടീസ്, കാരണം നല്ലത് മാത്രം നോക്കിയെടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി കൊളാബ് ഷൂട്ടൊക്കെ നമുക്ക് വരുന്നതല്ലേ. അപ്പോൾ ഞാൻ അവരോട് പറയും, ഞാൻ നിങ്ങളെ കുറച്ച് നല്ല ഐറ്റംസ് അയക്കൂ അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് അയക്കും, അതിന് നോക്കിയിട്ട് പിക്ക് ചെയ്തിട്ട് അല്ല അവരെ തരുന്ന കോസ്റ്റ്യൂം ഞാൻ വാങ്ങാറില്ല. ഞാൻ ജസ്റ്റ് അവരോട് പറയും എനിക്കിങ്ങനെ ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മുടെ കളർ ടൂണൊക്കെ അനുസരിച്ച് അങ്ങനെ വാങ്ങാറ്. നമ്മളിപ്പോഴും നമ്മുടേതായിട്ടൊരു ക്രിയേറ്റീവ് സ്പേസ് തീർച്ചയായിട്ടും വേണം. അപ്പം അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ ക്രിയേറ്റീവ് സ്പേസ്, നമ്മുടെ വർക്ക് ലൈഫ് അതൊക്കെ ഇരിക്കട്ടെ. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എത്രത്തോളം ഹാപ്പിയാണ്? എന്തൊക്കെ ലൈഫൊക്കെ? പേഴ്സണൽ ലൈഫ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈവൻ ഞാനാണെങ്കിലും ആശയാനും രണ്ടുപേരും ഒരേ വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളോ പൊട്ടിത്തെറികളോ ഉണ്ടാവാറില്ല. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എവിടെയെങ്കിലും പെട്ടെന്ന് നമുക്ക് ഒന്ന്, കാരണം എവിടെയെങ്കിലും എപ്പോഴും ഈ ഷൂട്ടും കൊളാബും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ബിസി ആയ സമയത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഒന്ന് ഫ്രീ ആയി എടുത്ത് അല്ലെങ്കിൽ ബ്രേക്ക് എടുത്ത് ഞങ്ങൾ പുറത്ത് യാത്രകൾ പോകാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ പോയത് മൂന്നാറൊക്കെ പോയി കുറച്ച് നേരം, കാരണം ഇപ്പോൾ നല്ല സീസണല്ലേ, പോയി അങ്ങനെ യാത്രകൾ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞാൻ പേഴ്സണലി ഭയങ്കര എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ടച്ച് വുഡ് ഐ എം സോ ഹാപ്പി. എനിക്ക് ഒരുപാട് ഞാനായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഈവൻ യുഎഇയിലൊക്കെ ആയ സമയത്ത് എനിക്കൊരിക്കലും ഞാനായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കാരണം എനിക്ക് പറ്റിയിട്ടില്ല.
നാട്ടിലാണ് എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുന്നു, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ കുറച്ചും കൂടെ നല്ലത് എനിക്ക് എൻ്റെ നാടിനെയാണ്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അല്ല, അങ്ങനെ പറയാം, നമ്മുടെ നാടിനെ കുറിച്ച് അങ്ങനെ പറയാം. നമ്മുടെ നാടിന് അങ്ങനെ സ്പേസ് ഉണ്ട്. ഞാൻ തീർച്ചയായിട്ടും എനിക്ക് നമ്മുടെ എവിടെ പോയാലും നമ്മുടെ സ്വന്തം നാടിന് അത്രയും ഫേവറേറ്റ് ആയിട്ട് വേറൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ പല സ്ഥലത്തും പോകുമ്പോഴും നമുക്ക് നമ്മുടെ സന്തോഷമായിരിക്കും ആഗ്രഹിക്കുന്നത്, നമ്മുടെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉള്ളപ്പോൾ തന്നെ അതിന് കുറ്റം പറയാനായിട്ട് കണ്ടില്ലേ ഇങ്ങനെ പോകുന്ന അങ്ങനെയുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. കാരണം ഇപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ അക്സെപ്റ്റേഷൻ വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒക്കെ. ഈവൻ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി എന്താണ്, അല്ലെങ്കിൽ LGBT കമ്മ്യൂണിറ്റി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പണ്ടായിരുന്നു ഭയങ്കര പ്രശ്നങ്ങൾ, നമ്മൾ എങ്ങനെ നടന്നാലും പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ, എന്നാൽ മുഴുവനായിട്ടും മാറി എന്ന് വെച്ചാൽ ഇല്ല, എന്നാൽ കുറച്ചൊക്കെ ആൾക്കാർ മാറി തുടങ്ങുന്നത്. പുതുതലമുറയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും കുറച്ചൊക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത് വരുന്ന ഒരു ഇത് കാണുമ്പോൾ സന്തോഷമാണ്. അല്ല, അപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഭാഗം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം മഴവില്ല് മാനത്ത് മതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അത് കാരണം അവർക്ക് എനിക്കറിയില്ല അവരുടെ മോട്ടീവ് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കൊക്കെ നമ്മുടെ ലോകം അല്ലെങ്കിൽ ശാസ്ത്രം പലതും വളർന്ന് കഴിഞ്ഞിട്ടും ഇത്രയും നന്നായിട്ട് വിദ്യാഭ്യാസം കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എങ്കിൽ പോലും എന്തുകൊണ്ടാണ് അവരെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ ഇപ്പോഴും മുരടിച്ച് പോകുന്നത്, വളർച്ച എന്താ അതിന് മാത്രം ഒരു വളർച്ച കിട്ടാത്ത രീതിയിൽ സങ്കടം തന്നെയുണ്ട്. ഇപ്പോൾ അടുത്ത് ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മുടെ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഭയങ്കര ഒരു മനസ്സിലാതെ. തീർച്ചയായിട്ടും ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് കാരണം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വളരെ, കാരണം UK പോയി പഠിച്ച് വന്ന, കാരണം UK ഒരുപാട് LGBT കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും ആൾക്കാരൊക്കെ പോയിട്ട് അത്രയും വിസിബിളായിട്ടൊക്കെ പഠിച്ച് വരുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. അല്ല, ഞാൻ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട്. അപ്പം ഞാൻ യോജിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മി ഉറച്ചു നിന്നു അവസാനം വരെ. വേറൊരാൾ ഫോഴ്സ് ചെയ്യുന്നു. ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും ലക്ഷ്മി പറഞ്ഞ പോയിന്റിൽ അങ്ങോട്ടും മാറിയിട്ടില്ല. ഞാൻ എന്താണോ പറഞ്ഞത് അതിൽ ആ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ എന്നാൽ പിന്നെ ആ നിലപാടിൽ തന്നെ ഉറച്ച് നിൽക്കണമായിരുന്നു. എനിക്ക് എന്താ അറിയോ, ലക്ഷ്മിയുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് മൈൻഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ലൈക്ക് അവിടെ ഉള്ള സമയത്ത് ലൈക്ക് ആദിലയും നൂറയും എല്ലാവരും അവിടെ ഉണ്ട്. അവരുമായിട്ട് ഭയങ്കര ഫൈറ്റ് നടന്നിട്ടുണ്ട്, ഭയങ്കര പ്രശ്നങ്ങൾ നടന്ന് അത് നമ്മുടെ പുറത്ത് ഭയങ്കര ചർച്ച വിഷയമൊക്കെ ആയ സമയത്ത്. എന്നാൽ പിന്നെ ആ സ്റ്റാൻഡിൽ നിൽക്കണമായിരുന്നു. ഇത് പോരുന്ന സമയത്ത് ഓക്കെ നിങ്ങൾ നന്നായിട്ട് കളിക്കാം, ആദില നൂറ ഓക്കെ എന്ന് പറഞ്ഞ് അവരോട് ഭയങ്കര ഒരു ഇതായിട്ട് പിന്നീട് വന്നിട്ട് അവർ വീട്ടിൽ വിളിച്ച കയറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റോട് എനിക്ക് അങ്ങനെ യോജിക്കാൻ പറ്റുന്നില്ല. ഈവൻ അവരെൻ്റെ ആദില നൂറ എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ കമ്മ്യൂണിറ്റി പെട്ട ആളായതുകൊണ്ടല്ല, എനിക്കൊരു ഡബിൾ സ്റ്റാൻഡ് മൈൻഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി. പിന്നെ ബേസിക്കലി എനിക്ക് തോന്നുന്നു ചില പോയിന്റിൽ നമുക്ക് എന്താ പറയുക, 100 ദിവസം ഒരു വീട്ടിൽ തന്നെ കിടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു സ്റ്റേജിൽ പൊട്ടിപ്പോയതാവാം. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് പറയുവാണ്, അതായത് ഇപ്പം ഒന്നെങ്കിലും ഒരു ആണ് അല്ലെങ്കിൽ ഒരു പെണ്ണ്, ഇതൊന്നും അല്ല, അതൊരു ട്രാൻസ്ജെൻഡർ. ഇപ്പോഴാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ പോലെ ഒരു ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ദിസ് ഈസ് കോമൺ, ദിസ് ഈസ് നോർമൽ എന്നൊരു ലെവലിലേക്ക് എത്തി തുടങ്ങി. ഇപ്പോൾ നോർമലൈസ് ചെയ്യാൻ കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്, ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ല, ലക്ഷ്മിയുടെ കൺസേൺ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുന്നത്, ലക്ഷ്മിയുടെ കൺസേണിൽ തെറ്റെന്താണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു മകനോ മകളോ ഉണ്ടായാൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മക്കളെ ഇതാണ്, ഇത് പെണ്ണ്, ഇങ്ങനെ ആളുകളുണ്ട്. അത് ഞാൻ പറയട്ടെ, ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇത്രയും മെജോറിറ്റി ആൾക്കാർ ഞങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും മെജോറിറ്റി ആൾക്കാർ കാണുമ്പോൾ ഞങ്ങളിൽ ശരിക്കും ഇൻഫ്ലുവൻസ് ആവേണ്ടത് ഇവരെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇവർ പറയുന്നത് ശരിയാണ്, അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഓക്കെ എന്തെങ്കിലും ഒരു സത്യമുണ്ട്. ഇത് ഞങ്ങൾ ആരും ഇൻഫ്ലുവൻസ് ആയിട്ടില്ല ഇവരെ കണ്ടിട്ട്. ഞങ്ങളുടെ സ്വതന്ത്രത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ കുഞ്ഞു ആൾക്കാരെ കണ്ടിട്ട് ഇവരെന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ അത് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. ഇതെല്ലാം ഒരു എത്രയോ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, ഇവർ കൊണ്ട് ജനറ്റിക്കലി വരുന്ന ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ബയോളജിക്കലി ഉള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരിക്കലും ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനോ, അല്ലെങ്കിൽ ഒരു പുരുഷനെ ഞാൻ പറയുകയാണ് നാളെ മുതൽ നിങ്ങൾ സാരി എടുത്ത് നടക്കണം എന്ന് പറഞ്ഞാൽ ആ പുരുഷൻ സാരി എടുത്ത് നടക്കുക ഒരിക്കലും ഇല്ല. അത് ഇൻഫ്ലുവൻസ് ആവുക എന്ന് പറയുന്നത് വളരെ വലിയ മണ്ടത്തരാണ്. പിന്നെ രണ്ടാമത് ലക്ഷ്മി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ പട്ടി പൂച്ച, നാളെ ഒരാൾ വന്നിട്ട് ഞാൻ പട്ടിയാണ് പൂച്ചയാണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. ലൈക്ക് ഇവർ തന്നെയാണ് നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂ നടത്തിയത്. ഞാൻ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പട്ടി പൂച്ച എന്ന് പറയുന്നത് വേറെ തന്നെ സ്പീഷീസുകളാണ്. ഇത് മനുഷ്യനൊരിക്കലും ഞാൻ പട്ടിയാണ് പൂച്ചയാണെന്ന് പറഞ്ഞ് വരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇവിടെ ഓക്കെ ഇന്ന് എല്ലാം ഞാൻ മായ്ച്ച കളിയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
മറ്റുള്ള ഈവൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി വെച്ച് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇവർ പറഞ്ഞ ഇത്രയും ആൾക്കാർ ഇൻഫ്ലുവൻസ് ആക്കുന്ന ആൾക്കാരെല്ലാം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എത്രയോ ആൾക്കാർ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്വന്തം സിസ്റ്ററിനെ ലൈംഗികമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ശവരതി നടക്കുന്നുണ്ട്, മൃഗരതി നടക്കുന്നുണ്ട്. ഇതൊന്നും ട്രാൻസ്ജെൻഡേഴ്സ് ആരും ചെയ്തതല്ല. അല്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആരും ക്രൈംസ് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മളൊരു സിസ്റ്റത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താ, നമ്മളൊരു സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത്. നമുക്കൊരു ഫാമിലി ഉണ്ടായിരുന്നു, അച്ഛൻ, അമ്മ, കുട്ടി, അങ്ങനെ ഒരു ഫാമിലി ട്രഡീഷണൽ ഓഫ് ലൈഫിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് പെട്ടെന്ന് പറയുകയാണ് എനിക്ക് അങ്ങനെ ഒരു ഫാമിലിയോട് താല്പര്യമില്ല, എനിക്ക് എൻ്റെ അതേ ആളോടാണ്. അല്ല, ലെറ്റ് മീ ലീവ്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ. ഇപ്പോൾ കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. ഒരു കുടുംബം, ഒരു ആൺ, ഒരു പെണ്ണ്, അവർക്കൊരു കുട്ടി. ഇപ്പോൾ ഇവൻ എൻ്റെ ലൈഫ് എടുത്തു നോക്കാം. ഇപ്പം ഞാൻ ആഷി, ഞങ്ങൾ തമ്മിലുള്ള റിലേഷനാണ്. ഞങ്ങൾ എത്ര നന്നായിട്ടാണ് ഞങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. ഞങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിയാണ്, അതേ സെയിം ലെവൽ ഓഫ് ഹാപ്പിയാണ് ഞങ്ങളും ആഘോഷിക്കുന്നത്, ഞങ്ങൾ സന്തോഷിക്കുന്നത്. ഇത് പർട്ടിക്കുലർ കുറേ ആൾക്കാരുടെ മൈൻഡിലെ വൈസിൽ ഇത് ഒരു ആണിന് ഒരു പെണ്ണ്, ഈ ഒരു ആൺ പെണ്ണ് മാത്രം മതി ലോകത്ത്, വേറെയുള്ള ആൾക്കാർ ആരും വേണ്ട. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ആൾക്കാരുടെ ഫീലിങ്സ് എന്ത് ചെയ്യണം, അതൊന്നും ഇവർ നോക്കുന്നില്ല. ഇവർ ഒറ്റ കോൺസെപ്റ്റാണ്. ഞാൻ പറഞ്ഞ ഈ മഴവിലൊക്കെ മാനത്ത് മതി എന്ന് പറഞ്ഞ ഒറ്റ കോൺസെപ്റ്റാണ്. ആണ് പെണ്ണ്, ഒരു കുടുംബം വേണം. ഇപ്പോൾ ഒരു ആണും പെണ്ണും കല്യാണം ചെയ്യുന്ന കുട്ടികളില്ലാത്ത എത്ര പേര് ജീവിക്കുന്നുണ്ട് ഈ ലോകത്ത്. അവരെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരും കൂടുതൽ ഉണ്ട് അല്ലേ? ഉണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുക, പഠിത്തം കഴിഞ്ഞാൽ ജോലി മേടിക്കുക, ജോലി മേടിച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവുക. അങ്ങനെ ഒരു ഇനി വരുന്ന തലമുറക്ക് പറഞ്ഞു കൊടുക്കണം, ആണും പെണ്ണും മാത്രമല്ല, ഇങ്ങനെ കുറച്ച് കമ്മ്യൂണിറ്റിയിലത്തെ ഇങ്ങനെയും കുറച്ച് ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവരത് കോമൺ ആവുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം പല രാജ്യങ്ങളിലും ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സിനെ ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇനി അതെന്ന് ഇന്ത്യയിലേക്ക് വരുമെന്ന് അറിയത്തില്ല. ഞാൻ പറയട്ടെ, ഇപ്പോൾ UAE ആണെങ്കിൽ ഞാൻ എനിക്ക് UAE ഒരിക്കലും ട്രാൻസ് എന്ന രീതിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ സ്ത്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് UAE-ലുണ്ട്, സ്ത്രീ എന്ന ലേബലിൽ വർക്ക് ചെയ്യുന്നത്. ഇവൻ എൻ്റെ സുഹൃത്തുണ്ട്, അവൾ അവിടെ നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഇവിടുന്ന് സർജറി എല്ലാം കഴിഞ്ഞ് അവൾ സ്ത്രീ ആയിട്ട് പോയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൂടാതെ ടീച്ചേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നോർമലി ഷോപ്പുകളിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സുകളുണ്ട്, ഫിലിപ്പീൻസുകളുണ്ട്. പക്ഷേ ഈ ട്രാൻസ് ID എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ വർക്ക് ചെയ്യാൻ പറ്റാത്തതാണ് UAE-ൽ ഡ്രൈവിംഗ് ലൈസൻസ്, ലേഡീസിന് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഇപ്പോഴടുത്താണ് അവർ വന്നത്. മാറ്റങ്ങൾ വരും, മാറ്റങ്ങൾ എന്തായാലും വരുന്നതാണ്. അപ്പോൾ തുടർച്ചയായിട്ടും ഇപ്പോൾ അറിയാം, UAE-ൽ ട്രാൻസ് അഭിനയിച്ച ഫിലിംസുകൾ അവിടെ ഇപ്പോഴും അവിടെ ഇല്ല. കാതൽ സിനിമ അവിടെ ഓടിയിട്ടില്ല. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് അഭിനയിച്ച ഒരു മൂവീസും അവിടെ ഇതല്ല. എന്തിനേറെ പറഞ്ഞു, മക്കയുള്ള സ്ഥലത്ത് സിനിമ തിയേറ്റർ അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ എന്തായാലും വരും അല്ലേ? മാറ്റങ്ങൾ വരും, അത് അക്സെപ്റ്റ് ചെയ്യണം. മാറുമ്പോൾ നമ്മളും മാറേണ്ടതാണ്. അതുപോലെ കുറച്ച് ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്. ഇപ്പോൾ UK-ൽ ട്രംപ് പറഞ്ഞു ട്രാൻസ്ജെൻഡേഴ്സിന് അല്ലെങ്കിൽ ആണും പെണ്ണും മാത്രം മതി ഇവിടെ, വേറെയുള്ള ജെൻഡർ വേണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഇടുന്ന വീഡിയോസും താഴത്തും കമൻറ്റുകൾ വരാറുണ്ട്, നിങ്ങളൊക്കെ ഇനി എങ്ങനെ UK-ലേക്ക് പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക്. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അവിടെ ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ളൊരു ലേബിളില്ല. അവിടെ ട്രാൻസ്ജെൻഡേഴ്സിനും അവർ ഫീമെയിൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് ഫീമെയിൽ ആധാർ കാർഡ് എടുക്കാം, ഫീമെയിൽ പാസ്പോർട്ട് എടുക്കാം, ഫീമെയിൽ രേഖകൾ മാറ്റാം. ആ ഒരു ലേബിൾ അവർ പറഞ്ഞു. അല്ലാണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന് മുഴുവൻ UK-ന്ന് അടിച്ച് തുരത്തുന്നതല്ല ട്രംപ് പറഞ്ഞത്. അവിടെ ഒന്ന് ആണ് പെണ്ണും രണ്ട് ഇത് മതി. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും അവർ സ്ത്രീ എന്ന ലേബിളിൽ അവിടെ അറിയപ്പെട്ടാൽ മതി, അത്രയേ ഉള്ളൂ. അതൊക്കെ ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരാം. നമ്മുടെ കേരളത്തിലെ കാര്യം പറയും. ഇപ്പം ഒരു കുട്ടി വളർന്നു വരുന്ന ഒരു സാഹചര്യം, അപ്പം ഇതേപോലെ ഒരാളെ കാണുമെന്ന് വിചാരിച്ചു. ഇപ്പം ഒരു കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും അവർ കാണുന്ന സറൗണ്ടിങ്സും അവർ കാണുന്ന ആളുകളെ ആയിരിക്കും അവർ ഇൻഫ്ലുവൻസ് ആകുന്നത് കൂടുതലും. ഇപ്പം അയാൾ അത് ചെയ്യുന്ന കണ്ടോ, അയാൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊരു ഓട്ടോമാറ്റിക്കലി ഒരു ദൃശ്യം പോലൊരു സിനിമ കണ്ട് ക്രൈം നടന്ന നാടാണ് നമ്മുടേത്. ഓക്കെ അല്ലേ? അപ്പം ഒരാളെ കണ്ട് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അയാളെ ഫോളോ ചെയ്ത് അയാളുടെ കസ്റ്റം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കുട്ടിയെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇങ്ങനെയും നടക്കാം, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആണെങ്കിലോ എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എത്ര കുട്ടികൾ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രാൻസ് വ്യക്തിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ഗേ ആയിട്ടുള്ള ഒരാളെ കണ്ടിട്ട് എത്ര കുഞ്ഞു കുട്ടികൾ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. ഒരാളെ പേര് പറയാൻ പറ്റുമോ? ഒരാളില്ല. ഇതൊക്കെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്, ആൾക്കാർ നെഗറ്റീവായിട്ട് ഇട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അല്ലാണ്ട് ഇതൊന്നും കണ്ടിട്ട് ഒരാളും ഇൻഫ്ലുവൻസ് ആവുന്നില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത്, എന്നെ കണ്ടിട്ട് നാളെ ഒരു ആണ് ഇതേപോലെ അണിഞ്ഞൊരുങ്ങി നടക്കട്ടെ, ഇൻഫ്ലുവൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു കുട്ടി ചോദിക്കട്ടെ.
നമ്മൾ ഒരു കാര്യം ഒരു കുടുംബത്തിന് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ കാലഘട്ടം മാറിയല്ലോ. ഇപ്പം നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ കാലഘട്ടത്ത് ഉള്ള ആൾക്കാരെ അവരെന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവർ നമ്മുടെ മനുഷ്യരാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യരെന്നൊരു കൺസിഡറേഷൻ കൊടുത്തിട്ട് അവരെ ഇതാക്കാൻ കുട്ടികളെ ഇപ്പോഴേ, അല്ലെങ്കിൽ എല്ലാ സ്കൂളിലും ഇപ്പോൾ ഒരുപാട് ഇത് അവയർനെസ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ എയ്ഡ്സിനെതിരെ നടക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെയുള്ള ഇതിനെതിരെ നടക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവർക്കൊരു അവയർനെസ് കൊടുക്കുന്നത് നമുക്ക് നടത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നടത്താവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, പക്ഷേ എത്രത്തോളം അക്സെപ്റ്റൻസ് കിട്ടും. ഞാൻ നോർമലി ഒരു ഫാമിലിയിൽ വളർന്നു വരുന്ന ഒരാളെ സംബന്ധിച്ച് പെട്ടെന്ന് ഇത് ബ്രേക്ക് ചെയ്ത് പോരുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ലായിരിക്കും. പിന്നെ അത് ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ ജാസിയുടെ ഫാമിലിയിലെ ലൈഫ് പറഞ്ഞു. അപ്പോൾ ഇപ്പം വളരെ ഹാപ്പിയാണ്. ഇപ്പം 100 പേരിൽ ഒരാളാണ് പറയുന്നത്, ബാക്കി 99 പേരും ഇത് പൊട്ടിക്കാൻ പറ്റാതെ ആ സർക്കിളിൽ തന്നെ കിടക്കുവാണ്. ഈ ഏത് സർക്കിൾ, ഈ ട്രാൻസ്ജെൻഡർ സർക്കിളിൽ കിടക്കുവാണ്, അല്ലെങ്കിൽ ആ ഫാമിലി ബോണ്ട് എന്നുള്ള സർക്കിളിൽ കിടക്കുവാണ്. അല്ലെങ്കിൽ ഞാനിത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെയും ഇവരുടെ കൂട്ടത്തിലേക്ക് ആക്കുമോ, എന്നെയും കളിയാക്കുമോ, എന്നെയും ആ കാറ്റഗറിയിലാക്കുമോ എന്നൊരു പേടിയിൽ പലരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആ സർക്കിളിൽ തന്നെ ലോക്കായി കിടക്കുവാണ്. ഇവൻ ഞാൻ എൻ്റെ കാര്യം പറയാണ്. ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് പേടിച്ച വ്യക്തിയായിരുന്നു. കാരണം ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്ത് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഉണ്ടാവുന്ന ഒരു ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഞാനിത് ഇവരോട് പറയുക എന്ന് വിചാരിച്ച് എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നി ഞാൻ ജീവിക്കേണ്ടത് ഇങ്ങനെയല്ല. കാരണം ഞാൻ മുമ്പ് ഒരു കല്യാണം കഴിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ്, എനിക്ക് ഒരു അട്രാക്ഷൻ വരുന്നത് സ്ത്രീനോടല്ല. കാരണം എൻ്റെ കിടപ്പു മുറിയിലേക്ക് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ കുട്ടി വരുന്ന സമയത്ത് ഞാൻ അൺകംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ്. അപ്പോൾ ആ സമയം മുതൽ ഞാൻ എൻ്റെ സ്വത്തം മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയല്ല ഞാൻ വിവാഹം കഴിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വത്തം ഇതല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഒരു ധൈര്യം വേണം. കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരു ഉള്ളിലൊരു ട്രാൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഉള്ളിലൊരു സ്ത്രീത്വം ഉണ്ടായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു പുരുഷത്വം ഉണ്ടായി കിടക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കമ്മോട്ട് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കേണ്ട ഡിസിഷനാണ്. കാരണം നിങ്ങളെ ലൈഫാണ്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുക, ശബ്ദം ഉയർത്താൻ നിങ്ങളേ ഉള്ളൂ. ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് പൊട്ടിത്തെറിയായിട്ട് വീട്ടിൽ വലിയ പ്രശ്നമായിട്ട് വരണം എന്നല്ല ഞാൻ പറയുന്നത്. അച്ഛൻ അമ്മമാരോട് പറഞ്ഞു, ഇപ്പം എൻ്റെ ഉമ്മ എന്നൊക്കെ പറയുന്നത് വളരെ സാധാരണപ്പെട്ടൊരു സ്ത്രീയാണ്. അപ്പോൾ എൻ്റെ ഉമ്മക്ക് ഈ ആണ് പെണ്ണ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ ട്രാൻസ് എന്താണ്, അല്ലെങ്കിൽ ലെസ്ബിയൻ എന്താണ്, അല്ലെങ്കിൽ ബൈസെക്ഷൽ എന്താണ്, അല്ലെങ്കിൽ ഗേ എന്താണെന്നൊന്നും അറിയത്തില്ല. ഒരു പക്ക നാട്ടും പുറത്തെ ഒരു ഉമ്മയാണ് എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മാക്ക് ഞാൻ എൻ്റെ ലൈഫിനെ വെച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ എൻ്റെ ഉമ്മ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. കാരണം എൻ്റെ അമ്മ എൻ്റെ ആഷിൻ്റെ കൂടെ ദുബായിൽ വന്ന് ഞങ്ങളുടെ ലൈഫ് റിയൽ കണ്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഈ എല്ലാം മായ്ച്ച കളഞ്ഞേക്ക്, ഇതെല്ലാത്തിനും അപ്പുറത്തേക്ക് ഒരു ലവ് ബോണ്ട് ഉണ്ട്. ഈ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ഇവരെ കിടപ്പ് മുറിയിൽ ഇവരെങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, ആ ഒരു തോട്ട് ഓഫ് മൈൻഡിലാണ് പല ജനങ്ങളും എടുക്കുന്നത്. ആ മൈൻഡ് മാറ്റി വെച്ചാൽ ഇവിടെ ഒരു സ്നേഹമുണ്ട്. ഒരു ആണിനും പെണ്ണിനും മാത്രമല്ല, ഒരു ആണിനും നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും, ഒരു പെണ്ണിനും നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് ഏറ്റവും മുമ്പ്. ഒരുപാട് എത്രയോ മെയിൻ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരെ വീട്ടിലേക്ക് ട്രാൻസ് വുമൻസിനെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. എത്രയോ ആൺകുട്ടികൾ ട്രാൻസ് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കുടുംബത്തിൽ ജീവിക്കുന്നുണ്ട് വളരെ ഹാപ്പി ആയിട്ട്. അപ്പോൾ അവർക്ക് ചിന്തിച്ചൂടെ ഒരു കുട്ടികളൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ കാലങ്ങൾ മാറാൻ തുടങ്ങി, ആൾക്കാരുടെ മൈൻഡ് മാറാൻ. ഇനിയിപ്പോൾ ഒരു പെൺകുട്ടിനെ ഒരു ആണ് കല്യാണം കഴിച്ച് നോക്കും, ആ പെൺകുട്ടിന് ഒരു അമ്മയാവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യും? കൊല്ലുവോ? അത്രയേ ഉള്ളൂ. ഇപ്പം ഈ അഡോപ്ഷൻ എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഉള്ളപ്പോഴും അങ്ങനെ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്തപ്പോഴും ആ കുട്ടിയുടെ പെർസ്പെക്റ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുട്ടിയെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു, അവൻ വളരുന്ന സാഹചര്യത്തിലും നമ്മൾ ബേസിക്കലി എല്ലാവരും ആ കുട്ടി ഫേസ് ചെയ്യുന്ന അവൻ്റെ പേരൻസ് മീറ്റിങ്ങിന് വിളിക്കുമ്പം അമ്മ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അവൻ്റെ പേഴ്സണൽ ലൈഫ്, ഒരു കുട്ടിയുടെ ചൈൽഡ് ട്രോമ എന്ന് പറയുന്നത് അത് അവൻ്റെ ചെറുപ്പത്തിൽ എന്ത് നടക്കുന്നോ അതായിരിക്കും അവൻ്റെ ഭാവിയിലോട്ടുള്ളത്. അത് നമ്മൾ ആ കുട്ടീനെ പറഞ്ഞു വളർത്തുന്ന രീതി പോലെ ഇരിക്കും. മറ്റുള്ളവർ എന്ത് പറയുന്നതെന്നല്ല, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ആ കുട്ടീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് എനിക്ക് ആ കുട്ടി എനിക്ക് കുഴപ്പമില്ല. എൻ്റെ അമ്മ ഒരു ആസ് എ ട്രാൻസ് വുമൺ ഞാൻ പ്രൗഡോടെ പറയാണ് എൻ്റെ അമ്മ ട്രാൻസ് വുമൺ ആണ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഒരു ട്രാൻസ്മെൻ ആണെന്ന് ഞാൻ പ്രൗഡോടെ പറയാമെന്ന ആ കുട്ടി പറയുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് പ്രശ്നം വന്നാലും എല്ലാം നമുക്ക് നോർമലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ലക്ഷ്മി പറഞ്ഞ ആ ഫിയർ ഇപ്പോഴും ഓരോ കുടുംബത്തിലെ ഓരോ അമ്മമാർക്കും ഉള്ള ഫിയർ തന്നെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ആദില നൂറ വിഷയം എടുത്ത് ഞാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് അമ്മമാർ ഈ ലക്ഷ്മി വീട്ടിൽ കയറ്റുന്നില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അറിയുന്നത്
എത്ര ഫാമിലീസ് വീഡിയോ ചെയ്തു. ഞങ്ങളുടെ അതേപോലെ വീട്ടിലേക്ക് തന്നെ എത്ര ഫാമിലീസ് ഇതിനെ അംഗീകരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തു. ആര് കുറച്ച് അത് ഈ മെന്റലി ഇപ്പോഴും ഈ തലയിൽ എന്താണ് മനുഷ്യത്വം എന്നല്ലാത്ത കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ ലക്ഷ്മിനെ പോലെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുന്ന വളരെ വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ അങ്ങനത്തെ വീട്ടിട്ടുള്ളൂ. ഭൂരിപക്ഷം ഞാൻ ഒരുപാട് വീഡിയോസ് ആ സമയത്ത് കണ്ടതായിരുന്നു. എല്ലാവരും പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോട്ടെ, ഇവൻ ലാലട്ടൻ അടക്കം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോട്ടെ, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും അക്സെപ്റ്റേഷൻ ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ഈ നെഗറ്റീവ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്യാങ് ഓഫ് ആൾക്കാർ നെഗറ്റീവ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. കാരണം എല്ലാ പ്രശ്നങ്ങളും ഈ LGBT കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാർക്കാണ്. മറ്റു ആൾക്കാരെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത് ഒരു സ്പ്രെഡ്നെസ് അല്ലെങ്കിൽ ഒരു ഹെയ്റ്റ് പൊതുവെ സമൂഹത്ത് കൊടുക്കുന്നത്. ഈവൻ ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്കറിയാം ഒരു സോഷ്യൽ മീഡിയയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ നമ്മളെ ഭാഗം എങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എങ്ങനെ പോസിറ്റീവിലേക്ക് മാറ്റാം എന്നുള്ളത് ചിന്തിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോസ് കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവാറുണ്ട് ഇതെല്ലാം ഒരൊറ്റ ഗ്യാങ് ഓഫ് ടീമിൽ നിന്ന് വരുന്ന ഹെയ്റ്റാണ്. അല്ലാണ്ട് കാരണം എല്ലാ കമൻസും ഒരേ ടീമിൽ നിന്നാണ് വരുന്നത്, എല്ലാ വീഡിയോസും വരുന്നതും ഇതേ അക്കൗണ്ടുകളിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. അതായത് ഞാൻ ജാസ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അതായത് ട്രാൻസ്ജെൻഡേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു ടീമുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ. അല്ലെങ്കിൽ കാരണം എനിക്ക് ഇടുന്ന വീഡിയോസിനൊക്കെ ഒരുപാട് പേര് ബാഡ് കമൻറ്റ് ചെയ്യാറുണ്ട്. ഇവർ നല്ല വീഡിയോസ് ആണെങ്കിൽ പോലും അത്തരം വീഡിയോസിന് താഴത്തും ഇവരെ കൊല്ലണം, ഇവരൊക്കെ എന്തിനാണ് ലോകത്ത്, ഇവരൊക്കെ ഇവരൊക്കെ വെടിവെച്ച് കൊല്ലാൻ ആരും ഇല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഈ അക്കൗണ്ടുകൾ നോക്കാറുണ്ട്, ഞാൻ ബ്ലോക്ക് ചെയ്യാറില്ല. എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് എത്ര ബാഡ് കമൻറ്റ് ഇട്ട ആൾക്കാർ ഞാൻ ബ്ലോക്ക് ചെയ്യാറില്ല. അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞത് കേട്ടോ. ഇത് ഈ അക്കൗണ്ടുകൾ കാണുമ്പോൾ എല്ലാം സെയിം അക്കൗണ്ടുകളാണ്, എല്ലാം വരുന്നതും ഓരോ ഡിഫറെൻറ്റ് സെയിം DPകളാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ ആശയോട് ഈ കാര്യം സംസാരിക്കാറുണ്ട്. അപ്പോൾ ആശ പറഞ്ഞത് ഇതെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം എൻ്റെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ട പലരുടെ അക്കൗണ്ടിലും ഇവരെ കമൻസുകൾ ഞാൻ ഈ സെയിം DPയുള്ള ആൾക്കാരെ കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത്തരം ഒരു ഗ്യാങ് ഓഫ് ടീം ഇവിടെ രൂപപ്പെട്ട് അവർ പ്രവർത്തിക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഓക്കെ, അതേപോലെ LGBTQ-ൻ്റെ കാര്യം പറയും. അപ്പം LGBTQ+ ഇപ്പം അങ്ങനെയാണല്ലോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സമൂഹത്തിൽ ഞാനൊക്കെ ആദ്യം മെയിൽ ഫീമെയിൽ ഈ പ്ലസ് പറയുമ്പോഴാണ് ആൾക്കാർക്ക് ചിന്ത വരുന്നത്. അപ്പോൾ നാളെ ഒരാൾ വന്നിട്ട് ഞാൻ മൈസെൽഫ് ലൈക്ക് ഒരു ഡോഗ്, അല്ലെങ്കിൽ ഞാൻ ഒരു പൂച്ചയാണ്, അല്ലെങ്കിൽ ഞാനൊരു കേറ്റാണ്, നിങ്ങൾ നാളെ എന്നെ അംഗീകരിക്കുമെന്നാണ് ഒരു കുട്ടിയുടെ ചോദ്യം. ഒരു മനുഷ്യൻ എങ്ങനെയാണ് വന്നിട്ട് ഞാനൊരു പൂച്ചയാണ് അല്ലെങ്കിൽ പട്ടിയാണെന്ന് പറയുക? അത് വേറെ തന്നെ ഒരു വിഭാഗമല്ലേ? അല്ലെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെയുള്ള ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അവരെയും കൗതുകത്തോടെ നോക്കി കാണുന്ന വ്യക്തികളായിരിക്കും ഞങ്ങൾ ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ. അങ്ങനെ ഒരാൾ വന്ന് പറയുന്നത് ഞാനൊന്ന് പട്ടിയാണ്, എൻ്റെ ഐഡൻറ്റിറ്റി പട്ടിയാണെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം നിങ്ങൾ കൗതുകത്തോടെ നോക്കിക്കാണോ അങ്ങനെ കൗതുകത്തോടെ നോക്കി കാണുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കും ഞങ്ങളും. കാരണം അങ്ങനെ ഒരാൾ വരുത്തില്ല. പിന്നെ ലൈക്ക് എന്താ പറയുക, ചില വിദേശത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് ഒരു മനുഷ്യനായ ആൾക്കാർ എത്രയോ ക്യാഷ് കൊടുത്ത് ഒരു പട്ടി എന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തത്. അതൊക്കെ ലൈക്ക് അവരെ ഇപ്പോൾ എത്രയോ ആൾക്കാർ ടാറ്റു ചെയ്ത് ഉള്ള മുഖം വികൃതമാക്കിയിട്ടൊക്കെ വെക്കുന്നുണ്ട്, ഡബിൾ ടൈപ്പ് ഒക്കെ ആക്കുന്നുണ്ട്. അപ്പം അത്ര ഒരു കൗതുകത്തിലെ കാണാൻ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ആസ് ഞാനൊരു ഡോഗാണെങ്കിൽ നാളെ മുതൽ ഞാൻ ഡോഗാണെങ്കിൽ നാളെ മുതൽ ഞാൻ കുതിരയാണ്, ഈ പട്ടിയാണ്, പൂച്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരികയെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അല്ല, സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ലക്ഷ്മി പറഞ്ഞതിനകത്ത് മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണെന്ന് പറയാലും ഒരു പട്ടിക്കും പൂച്ചയ്ക്കും വേണം കല്യാണം കഴിച്ചുകൂടെ എന്ന ലെവലിൽ അതിപ്പോൾ ഇത് ക്രോസ് ആണത്, ഒരിക്കലും ചേരാത്ത രണ്ട് വർഗ്ഗങ്ങളാണത്. അവരെയും ചേർത്ത് വേണമെങ്കിൽ ആക്കാൻ പറ്റുമല്ലോ ഇങ്ങനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ എന്താണ് ഇതിനൊക്കെ അൾട്ടിമേറ്റ് ഇവർ പറയുന്നത് ഇതിനൊക്കെ അൾട്ടിമേറ്റ് ഇവർ പറയുന്നത് സെക്സ് വർഗ്ഗമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു പട്ടിക്ക് പൂച്ചയ്ക്കും നല്ല ഫ്രണ്ടായി നടന്നൂടെ? ഇപ്പം എൻ്റെ ദുബായിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. അവർ എത്ര നന്നായിട്ട് ഇതാക്കുന്നത്, അവർ അങ്ങോട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആ ഒരു പെർസ്പെക്റ്റീവിൽ എടുക്കുക. ഇതെല്ലാം നിങ്ങൾ ഇതിലേക്ക് ഈ ഒരു വിഭാഗത്തിലേക്ക് ഇത് എന്ത് നടന്നാലും എനിക്ക് അതാണ് പറയാനുള്ളത്, എന്ത് നടന്നാലും കൊണ്ടുവരുന്നത് ഈ ഒരു വിഭാഗത്തിലേക്കായിരിക്കും. അല്ല, എനിക്ക് തോന്നുന്നത് അത് ബേസിക്കലി നടക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. അതിപ്പം ബേസിക് സെക്സ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് ഇപ്പം ഒരാണ് പെണ്ണ് മാത്രമല്ല, പെണ്ണ് ആണും അത് ചെയ്യുന്നത്. ഇപ്പം ബൈസെക്ഷലുണ്ട്, ഡൈസെക്ഷലുണ്ട്, കുറേ ടൈപ്പ് കാറ്റഗറീസ് ആണ്. ഈ കാറ്റഗറീസിൽ തന്നെ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആണ്, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ആരാണ്. ഇപ്പോൾ സെക്സ് എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ് അല്ലേ? തീർച്ചയായും എല്ലാവരും ലൈഫ് ഒരിക്കലും നിങ്ങൾ സെക്സുമായിട്ട് കണക്ട് ചെയ്യരുത്. അത് സെക്സ് ലൈഫിൽ ഒരു പാർട്ടാണ്, അല്ലാണ്ട് ജീവിക്കുന്ന സെക്സിനാവരുത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് വായു ജലം എന്ന് പറയുന്ന പോലെ തന്നെ
മനുഷ്യന് ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് സെക്സ് എന്നതാണ്. വായു- ഇത് ഞാൻ പറഞ്ഞതല്ല ആ. സയൻസിലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. വളരെ പറഞ്ഞ ഹ്യൂമൻ നീഡ്സിൽ ഉള്ള ഒരു ആണ്. ഓക്കെ, ഇപ്പൊ ഒരു മിനിറ്റ്, നമുക്ക് എന്താണ് ഫുഡ് വേണം, വെള്ളം വേണം, വായു വേണം, ഒക്കെ വേണം. നമുക്ക് സെക്സ് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, അതൊരു പാർട്ട് ഓഫ് ലൈഫാണ് അല്ലേ? അതായത് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമൊന്നുമല്ല അത്. പിന്നെ ഇപ്പൊ ഏട്ടൻ, ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പോൾ ഏട്ടൻ ഒരു ട്രാൻസ് വുമണിനെ കല്യാണം കഴിച്ചു. ഏട്ടൻ ആ സെക്സിൽ ഏട്ടൻ ഹാപ്പി ആണെങ്കിൽ ആർക്കാണ് പ്രശ്നം? ആർക്കും പ്രശ്നമില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആള് എങ്ങനെയാണെന്ന് ഞാൻ അറിയാതെ ഞാൻ എങ്ങനെയാണ് അതല്ല എന്നെ എനിക്ക് ഒരാളെ ഫ്രണ്ട് ഒരാളെ ഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ എങ്ങനെയാണ്, എന്നെ ഒരു സ്ട്രെയിറ്റ് ആണോ, അല്ലെങ്കിൽ താങ്കൾക്ക് ബൈസെക്ഷൽ ആണോ, അല്ലെങ്കിൽ ഒരാളോട് നമുക്ക് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഇപ്പോൾ എത്രയോ പേര് എന്താണ് നോർമൽ ബൈസെക്ഷൽ വ്യക്തികളുണ്ട്, പെണ്ണിനോടും ആണിനോടും ഇഷ്ടം തോന്നുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് സെക്സ് ചെയ്യുന്ന എത്ര പേരുണ്ട്? തീർച്ചയായും ഉണ്ട്. അപ്പൊ അതൊക്കെ പേടിയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇവർ ഇത്രയും നല്ലൊരു ഭാര്യ ഉണ്ടായിട്ട് എല്ലാം ഉള്ളൊരു ഭാര്യ ട്രാൻസ്ജെൻഡേഴ്സ് പോയത്? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? അത്രയും. അപ്പൊ സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഇതാണ്, ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ആ ഒരു സെക്സിൽ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്താ പ്രോബ്ലം ഉള്ളത്? വേറെ ആർക്കാ പ്രോബ്ലം ഉള്ളത്? അതായത് ഈ ഇത് കൺവേ ആവുന്നില്ല, അതാണ് പ്രശ്നം. പലയിടത്തും നമുക്ക് കല്യാണം കൺവേ ആവാത്തതല്ല, ഈ ഉത്തരം കിട്ടുമ്പോൾ കൊഞ്ചം കാണിക്കാറില്ല. ഒരു കൊഞ്ഞനും ഇല്ല. കാരണം എനിക്ക് ഫീൽ ചെയ്ത നമ്മൾ തിരിച്ച് ആലോചിക്കുക, നമ്മൾ ഓൾറെഡി ഒരാൾ കമ്മിറ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ അത് ഊരാൻ പറ്റാത്തൊരു ലോക്കിലേക്ക് ആയി, പിന്നെ എന്നാ പിന്നെ ഇങ്ങനെ പോട്ടെ എന്ന ലെവലിൽ. അപ്പൊ ഞാൻ ഒരു കാര്യം, ഇപ്പൊ ഏട്ടൻ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ച് ഏട്ടൻ ലൈഫിൽ ഹാപ്പി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതകാലം മുഴുവൻ ഞാൻ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ലൈഫില്. ഇത് നിങ്ങൾ റിയലൈസ് ചെയ്യുക. നിങ്ങൾ ഞങ്ങളെ ഒരു ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളും ഈ ലോകത്ത് ജീവിക്കാനുള്ള റൈറ്റ്സ് ഉള്ള ആൾക്കാരാന്നുള്ളൊരു തോട്ട് നിങ്ങൾ കൊണ്ടുപോകാം. ഞങ്ങളിത് എത്രയും നിങ്ങൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ ഏതോ ഭാഗത്തേക്കാണ്. അപ്പൊ അങ്ങനെ അല്ലാണ്ട് നിങ്ങൾ അത് ചിന്തിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. അത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരാണ് ഇപ്പോഴും ലോകത്തുള്ളത്. അവരാണ് ഈ ഹേറ്റേഴ്സ്, ഈ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത്. അതേപോലെ ഈ ഹേറ്റേഴ്സിന്റെ കാര്യം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഞാനും ആഷ് തന്നെ, ഞങ്ങളുടെ ലൈഫ് ഭയങ്കര ഹാപ്പി സ്മൂത്ത് ആണ്. ഞങ്ങളുടെ ലൈഫിൽ ഞാൻ ഇവൻ ആശയാണെങ്കിൽ ഇപ്പൊ ആശ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ എൻ്റെ ആശയുമായിട്ടുണ്ട് റിലേഷനിൽ എല്ലാ കാര്യത്തിലും പോയിന്റ് ഇത് പറയാണ്. എല്ലാ കാര്യത്തിലും ഞാൻ 100% ഞാൻ ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ് എനിക്ക് ഇല്ല, നെക്സ്റ്റ് എനിക്ക് അതൊരു ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഈവൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സെയിം ഓപ്ഷൻസ് ഞങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് തന്നെയാണെന്നുള്ളത് ഒരു ഇത് മനസ്സിലാക്കാനാണ് ആദ്യം വേണ്ടത്. അതൊക്കെ ഓക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അക്സെപ്റ്റും ചെയ്യുന്നു ഞാൻ. പക്ഷേ ഇത് അക്സെപ്റ്റ് ചെയ്യാത്ത നമുക്ക് നമ്മുടെ കുറെ ചുറ്റുപാടുകളുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ ഫാമിലി ആയിട്ട് വെച്ചിട്ട് പുറത്ത് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സെക്ഷലി എനിക്ക് തൃപ്തി ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. അല്ലാതെ എന്നാലും പുറമെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ വേറൊരാൾ 10 പേരെ കാണുമ്പോൾ എനിക്ക് ഫാമിലി ആയിട്ട് സേഫ് ആയിട്ട് സെക്യൂർഡ് ആയിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ പേഴ്സണൽ ലൈഫ് വേറെ, പ്രൊഫഷണൽ ലൈഫ് വേറെ എന്നുള്ള ലെവലിലുണ്ടല്ലോ. അതേപോലെ കീപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ പേഴ്സണൽ ഫീലിങ്സുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നത് അല്ലേ? പലപ്പോഴും അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫും ഞങ്ങളുടെ പേഴ്സണൽ ലൈഫാണെന്ന് പറഞ്ഞ് വിടണം. അതിൽ പിന്നെ നിങ്ങൾ കയറിയിട്ട് ചൊറിയാനോ അല്ലെങ്കിൽ മാന്താനോ നിൽക്കരുത്. ഓക്കെ, അത് അവരെങ്ങനെയും ജീവിക്കട്ടെ, നമ്മൾക്ക് എന്ത് അധികാരമുണ്ട് പറയാനായിട്ട്? ഓക്കെ, അവർ ജാസി ആഷി രണ്ടുപേരും ആണാണ്. ജാസി ഇപ്പോൾ ഒരു ട്രാൻസായി മാറുന്ന വ്യക്തിയാണ്. അതിൽ എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവരെ പോയി ചൊറിയാൻ അതിൻ്റെ ആവശ്യമില്ല. അവർ ലെറ്റ് മീ ലീവ്, അവർ ജീവിക്കട്ടെ. അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ, ഇപ്പോൾ ആദില നൂറ തന്നെ, അവർ 2 പെൺകുട്ടികളാണ്. അവരെ ലൈഫിൽ എങ്ങനെയായിരിക്കും നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെകഞ്ഞ് നോക്കേണ്ടതോ അല്ലെങ്കിൽ ചോദിച്ച് ഇറങ്ങേണ്ട കാര്യമില്ല. ലെറ്റ് മീ ലീവ്, അവരും ജീവിക്കട്ടെ. ഇപ്പോൾ ഈവൻ എനിക്ക് ഭയങ്കര സന്തോഷം ഉള്ള സംഭവം എന്ന് കാരണം ഞാൻ വേറൊരു ഇൻ്റർവ്യൂ ഇത് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. ഈവൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനും ആഷിൻ തമ്മിൽ വീഡിയോ ചെയ്യുന്ന കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്. ചില വീഡിയോസിന് താഴത്തൊക്കെ ഭയങ്കര അബ്യൂസ്മെൻ്റുള്ള കമൻറ്റുകൾ. ഈവൻ ആദില നൂറ എന്ന് പറഞ്ഞ 2 വ്യക്തികൾ, അവരെ കമൻറ്റ് ബോക്സിലും പണ്ട് ഈവൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ ആദില നൂറയുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കര നെഗറ്റീവ് ഞാൻ കണ്ടു. കത്രികയുടെ ചിഹ്നവും അതുപോലെ ഇങ്ങനെ ഒപ്പന എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വട്ടവർ. പക്ഷേ ഇപ്പോൾ അവരെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ എന്ത് ഹാപ്പിയാണെന്നറിയോ ഞാൻ. കാരണം പൂമ്പാറ്റകൾ, നിങ്ങളെ അടുത്ത് ഒരു ബോണ്ട് കാണുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കാണ് സ്നേഹത്തിന് അതിഥികളില്ല എന്നൊക്കെ. അങ്ങനത്തെ കമൻസുകളൊക്കെ വരുമ്പോൾ എന്ത് ഹാപ്പിയാണ്. അപ്പോൾ അതൊക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടല്ലേ? അതെ, എനിക്ക് തോന്നുന്നു വളരെ ചെറിയ ആൾക്കാർ മാത്രമേ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ. അതൊരു വാശിയാണ് അവർക്ക്. ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്നു അതിപ്പോ നമ്മുടെ പണ്ട് തൊട്ടേ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ട് അതെ,
ഈവൻ ഇപ്പം എനിക്ക് തോന്നായിരുന്നു ലക്ഷ്മി ബിഗ് ബോസിൽ പോയി അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ ആദില നൂറിനായിട്ടൊക്കെ നല്ല കമ്പനിയായി, അല്ലെങ്കിൽ നല്ല ഒരു മത്സരാർത്ഥി എന്ന രീതിയിൽ, ഒരു ഹൗസ് മീറ്റ് എന്ന രീതിയിൽ നന്നായിട്ട് നിന്നു. തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് ലക്ഷ്മിക്ക് അത് പറഞ്ഞെങ്കിൽ ഇത്രയും ഹേർട്ട് അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് ലക്ഷ്മിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വന്നിട്ട് വീണ്ടും ലക്ഷ്മി അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം എന്തിനാണ് അത് പറഞ്ഞത് എന്ന രീതിയിലൊരു സങ്കടം എനിക്കുണ്ട്. അത് എനിക്ക് അറിയുന്നില്ല എന്താ അത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ആ കുട്ടി പിടിച്ചിരിക്കുന്നത് ചിലപ്പോൾ അറിയില്ല. ലക്ഷ്മിയുടെ മാത്രം പെർസ്പെക്റ്റീവ് അല്ല, ആ വിഷനിൽ എങ്ങനെ പോവാന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ. ലക്ഷ്മിക്ക് ഒരു ഇഷ്ടമുണ്ടല്ലോ, ഞാൻ അവരെ അംഗീകരിക്കില്ല. അതുപോലെ ഞങ്ങൾക്കും കുറേ ഇഷ്ടങ്ങളുണ്ടല്ലോ, അത് നിങ്ങളും ഇതാക്കണം. കാരണം ലക്ഷ്മിയുടെ പ്രശ്നങ്ങൾ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഓക്കെ, അത് അവളുടെ കാര്യങ്ങൾ. അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിലും ഇടപെടണ്ട, ഞങ്ങളും ജീവിക്കട്ടെ, നിങ്ങളും ജീവിച്ചോ. അങ്ങനെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ സൊസൈറ്റി പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹേറ്റേഴ്സ്. സൊസൈറ്റി വെറും ഇതാണെന്ന്